ആശുപത്രിയിലെ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം അനുവദിക്കില്ലെന്ന് കെ മുരളീധരൻ. എന്തു വില കൊടുത്തും പൊതിച്ചോറ് വിതരണം തടയും. ആശുപത്രിക്കകത്തെ അധികാരം മന്ത്രിക്കാണ്, ഡിവൈഎഫ്ഐക്കല്ല. വേണമെങ്കിൽ പൊതിച്ചോറ് വിതരണം ആശുപത്രിക്ക് പുറത്ത് ചെയ്തോട്ടെ. ആശുപത്രി വളപ്പിൽ ആരെയും കയറാൻ അനുവദിക്കില്ല. ആശുപത്രിക്കകത്ത് രാഷ്ട്രീയ പ്രവർത്തനം വേണ്ടെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഹോസ്പിറ്റലിൻ്റെ അകത്തുള്ള അധികാരം മന്ത്രിക്കാണ്, ഡിവൈഎഫ്ഐക്കല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ഞങ്ങൾ ആദ്യഘട്ടം ആലപ്പുഴ, മറ്റ് സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ ചില സന്നദ്ധ സംഘടനകളായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതനുസരിച്ച് തീരുമാനമെടുക്കും. ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടീനെയും. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ അകത്ത് വേണ്ട, പുറത്തുനിന്ന് എന്ത് വേണമെങ്കിലും. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീരാജ്, മന്ത്രിയുടെ പ്രതികരണം കേട്ടു. പൊതിച്ചോർ തടയും എന്ന് തന്നെയാണ്. അത് ആശുപത്രി വളപ്പിനകത്തു വേണ്ട, പുറത്ത് നടത്തിക്കോട്ടെ എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഉദ്യമത്തെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് വയറെരിയുന്നവരുടെ മിഴി നനയാതിരിക്കാനുള്ള ഒരു ഉദ്യമമാണ്. അത് അത്രയും ഭംഗിയായി നടത്തിക്കൊണ്ടു പോവുകയാണ് ഡിവൈഎഫ്ഐ. അതിനിടയിൽ ഈ രാഷ്ട്രീയം ഈ തരത്തിൽ അതിനെ കാണുകയാണെങ്കിൽ ഉറപ്പായാലും ചോറിൽ മണ്ണ് വാരിയിടുന്നത് പോലെയാണ്. എന്തായാലും മന്ത്രിയുടെ നിലപാട് അതിനനുസരിച്ച് എന്താണ് ഡിവൈഎഫ്ഐ അതിനോട് പ്രതികരിക്കുന്നത്, ഏത് വിധത്തിലാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ശബരി, എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ഡിവൈഎഫ്ഐ വ്യക്തമാക്കിയിരുന്നു, ആര് തടഞ്ഞാലും പൊതിച്ചോറ് വിതരണം മുടക്കില്ല, അത് തുടരുമെന്ന് ഡിവൈഎഫ്ഐ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ മുരളീധരന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്ത് വില കൊടുത്തും ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം തടയുമെന്നാണ് പറയുന്നത്. ആശുപത്രിക്കുള്ളിൽ പൊതിച്ചോറ് വിതരണം നടത്താൻ ഒരു സംഘടനകളെയും അനുവദിക്കില്ല. കമ്മ്യൂണിറ്റി കിച്ചൺ വഴി അവർക്ക് ഭക്ഷണം നൽകണമെങ്കിൽ കമ്മ്യൂണിറ്റി കിച്ചണിൽ നൽകിക്കോട്ടെ, ഞങ്ങളത് ആളുകൾക്ക് എത്തിക്കാമെന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. ഒരു തരത്തിലും ആശുപത്രിക്കുള്ളിൽ അത്തരത്തിൽ കൊടിയും രാഷ്ട്രീയ പറഞ്ഞ് അത്തരത്തിൽ പൊതിച്ചോറ് വിതരണം നടത്താൻ സമ്മതിക്കില്ല. അത് UDF സർക്കാരിന്റെ നയമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും പൊതിച്ചോറ് വിതരണം ഡിവൈഎഫ്ഐ തുടരുമെന്ന് അറിയിച്ച സ്ഥിതിക്ക് സർക്കാർ ഇത്തരത്തിലൊരു നിലപാട് കൂടി സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്താകും ഈ പൊതിച്ചോറ് വിതരണത്തിന്റെ ഭാവി എന്ന് കണ്ടറിയണം. എന്തായാലും ഒരു തരത്തിലും ഒരു സംഘടനകളെയും ഇത്തരത്തിൽ പൊതിച്ചോറ് വിതരണം നടത്താൻ സമ്മതിക്കില്ല എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ആശുപത്രിക്ക് ഉള്ളിൽ അത്തരത്തിൽ ചോറ് കൊടുക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, ഈ ആശുപത്രിക്കുള്ളിലാണ് ഈ രോഗികളും കൂട്ടിരിപ്പുകാരും എല്ലാം തന്നെ ഇത്രത്തോളം പൊതിച്ചോറുകൾ കഴിഞ്ഞ കാലയളവിലെല്ലാം തന്നെ അവർ വാങ്ങിക്കൊണ്ടിരുന്നത്. അത് തടയുമെന്നാണ് സർക്കാർ പറയുന്നത്. ഒരു തരത്തിലും ഒരു സംഘടനകളെയും